ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഷമാം കൊണ്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്തൊരു ഷമാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി എടുത്തിട്ടാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് അരികളൊക്കെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് മാറ്റിയില്ലെങ്കിൽ നല്ല കയ്പ്പ് വരും കേട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലഷസ് എടുക്കാം. അല്ലെങ്കിൽ ഈ തൊലി ചെത്തി നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് രസം വരും. അതിൻ്റെ ആ വെള്ള ഭാഗം പെടുവാണെങ്കിൽ നല്ല കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഞാൻ ചുരണ്ടി എടുക്കുന്നത്. നന്നായിട്ട് ചുരണ്ടിയെല്ലാം എടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ചുരണ്ടി എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഒരു അര ഗ്ലാസ് മതി. ഗ്ലാസ് ഒന്ന് അരയാൻ വേണ്ടി, നന്നായിട്ടൊന്ന് അരയാൻ വേണ്ടി ഒരു അര ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് അതിന് ആവശ്യത്തിന്, അത് കലങ്ങാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം പാലൊഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. ഞാനിവിടെ ജെലാറ്റിനോ അതേപോലെ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ കോൺഫ്ലോർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഏത് ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് ഇതേപോലെ പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഷമാം ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഞാനത് മാറ്റാനൊന്നും പോയില്ല. കാരണം അത് നമ്മൾ ഈ തിളയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് വെന്ത അലിഞ്ഞോളും. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കയ്യിൽ പഞ്ചസാരയാണല്ലോ ഉള്ളത്, നമുക്ക് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമേ ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പുഡിംഗ് റെഡി ആയിട്ട് വരുമ്പം മധുരം കറക്റ്റാകാൻ വേണ്ടിയാണ് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ നമ്മൾ ഷമാമ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് അത് മറന്നുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കോൺഫ്ലോർ കലക്കിയതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം അടിയിൽ പിടിക്കും. അപ്പം ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നാലേ പുഡിങ് ആ ഷേപ്പിൽ, പാത്രത്തിൻ്റെ ആ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ പുഡിങ്ങിനുള്ള പരുവത്തിന് ഇത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ആറിയ ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ആ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ആകെപ്പാട് 2-3 സാധനങ്ങൾ മതി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കാം. കാരണം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. അതെല്ലാം എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കത്തി കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് അത് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ പുഡിങ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്തിട്ട് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുറിക്കുമ്പം തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നന്നായിട്ട് കത്തി ഇറങ്ങി വരും. വായിലിട്ടാൽ പെട്ടെന്ന് നമ്മൾ അലിഞ്ഞങ്ങ് ഇറങ്ങിപ്പോകുന്ന പറയത്തില്ലേ, അതേപോലെയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതേപോലെ ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ. എന്നാൽ ശരി, താങ്ക്